CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും. 15 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി 89 അംഗ CPM സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പുതിയ 5 ജില്ലാ സെക്രട്ടറിമാരും മന്ത്രി ആർ ബിന്ദുവും DYFI ഭാരവാഹികളായ വി വസീഫും VK സനോജും കമ്മിറ്റിയിൽ ഇടം നേടി. സുസൻ കോടി, P ഗഗാറിൻ എന്നിവരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. മന്ത്രി വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാണ്. KK ശൈലജ, MV ജയരാജൻ, CN മോഹനൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെ പുതുമുഖങ്ങൾ. പ്രായപരിധി നിബന്ധനയിൽ AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ എന്നിവരെ ഒഴിവാക്കി. ഉത്തരവാദിത്വം കൂട്ടായ്മയിലൂടെ നിർവഹിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വിഭാഗീയമായ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിന് പാർട്ടിയെ സജ്ജമാക്കുക എന്ന ചുമതലയാണ് ഈ സമ്മേളനത്തിലൂടെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ കേരളത്തിൻ്റെ ഭാവി നിശ്ചയിക്കത്തക്ക രീതിയിലുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തി കേരളത്തിൻ്റെ പൊതു താൽപ്പര്യം സംരക്ഷിക്കുന്നതിന്, കേന്ദ്രത്തിൻ്റെ അവഗണനയെ ഫലപ്രദമായിട്ട് അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് നമുക്ക് സാധിക്കും. അതിനെല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണ പിന്തുണയുണ്ടാവണം. അതുപോലെ കേരളത്തിൻ്റെ പൊതു താൽപ്പര്യത്തോടൊപ്പം മാധ്യമങ്ങളും സജീവമായിട്ട് ഉണ്ടാവണം എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സമ്മേളന നഗരിയിൽ നിന്ന് സെയ്ഫ് സെലബ്ദീൻ, ലിജോ റോളൻസ്, ഗോപാൽ ശിലാസനൽ എന്നിവർ ചേരുന്നു. സെയ്ഫിലേക്ക്. സെയ്ഫ്, MV ഗോവിന്ദനെ രണ്ടാമതും തെരഞ്ഞെടുത്തിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറിയായി. ഏകകണ്ഠമായി സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായതൊപ്പം സംസ്ഥാന കമ്മിറ്റിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും എത്തിയിട്ടുള്ള പുതുമുഖങ്ങൾ ആരൊക്കെ? രാവിലെ 3 പ്രധാനപ്പെട്ട യോഗങ്ങൾ ഉണ്ടായിരുന്നു. സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് 9 മണിയോടുകൂടി കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു. ഇത് മൂന്നിലേക്കും ഈ ആദ്യത്തെ 2 യോഗം കഴിഞ്ഞപ്പോഴത്തേക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടരാനുള്ള ധാരണ PB അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പങ്കുവെക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നു. പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കിയ ശേഷം അത് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. സംസ്ഥാന സമ്മേളന പാനൽ അംഗീകരിച്ചു. തുടർന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റി ചേർന്നാണ് MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. മറ്റ് എതിർ ശബ്ദങ്ങളൊന്നും തന്നെ ഉയർന്നു വന്നില്ല. ഐകകണ്ഠേനയാണ് CPMന്റെ തലപ്പത്തേക്ക് MV ഗോവിന്ദൻ വീണ്ടും വരുന്നത്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി ആദ്യം വരുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള സമയത്തായിരുന്നു. അന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നാണ് MV ഗോവിന്ദനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി സംസ്ഥാന സെക്രട്ടറിയാക്കി നിയോഗിച്ചത്. അതിനുശേഷം സമ്മേളനം തെരഞ്ഞെടുക്കുന്ന ആദ്യമായിട്ടാണ് MV ഗോവിന്ദന്റെ സമ്മേളനം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. എതിർ സ്വരങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അദ്ദേഹം തന്നെ വീണ്ടും പാർട്ടിയുടെ തലപ്പത്തേക്ക്, കേരളത്തിലെ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരികയാണ്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ രൂപീകരണമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 3 പേർ മാറി. ആനാവൂർ നാഗപ്പനും PK ശ്രീമതി, AK ബാലനും പ്രായപരിധിയുടെ പേരിൽ 25 വയസ്സെന്ന പ്രായപരിധിയിൽ തട്ടി അവർ 3 പേരും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തേക്ക് പോയി. 3 പേരെയാണ് പാർട്ടി പുതുതായിട്ട് ഉൾപ്പെടുത്തിയത്. ഒന്ന് KK ശൈലജ. KK ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് ഇതുവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് നേരിട്ട് KK ശൈലജയെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടി വീണ്ടും KK ശൈലജയെ കൂടുതൽ പരിഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയായി കൂടി നമുക്കതിനെ കാണാൻ കഴിയും. പിന്നീടുള്ളത് കണ്ണൂരിൽ നിന്ന് ആര് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എന്നുള്ള ചോദ്യമായിരുന്നു. അതിനുള്ള ഉത്തരം പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്നത് MV ജയരാജൻ എന്നാണ്. 3 പേരുകൾ പ്രധാനമായും കേട്ടു. P ശശിയുടെയും P ജയരാജന്റെയും MV ജയരാജന്റെയും പേര്. ജില്ലാ സെക്രട്ടറിയായ MV ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരാനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചത്. ഇതോടുകൂടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിയും. പുതിയ ജില്ലാ സെക്രട്ടറി, പുതിയ ജില്ലാ കമ്മിറ്റി വീണ്ടും തെരഞ്ഞെടുക്കും. TV രാജേഷോ അല്ലെങ്കിൽ KK രാഗേഷോ ആയിരിക്കും ജില്ലാ സെക്രട്ടറിയായി വരാൻ പോകുന്നത്. പിന്നീടുള്ളത് എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനാണ്. CN മോഹനനെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ 3ാമത് പരിഗണിച്ചയാൾ. അദ്ദേഹവും ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹവും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയും. അങ്ങനെ 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ പുതുമുഖങ്ങളെ, യുവ മുഖങ്ങളെ കൊണ്ടുവന്നിരുന്നു. M സ്വരാജ്, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ്, P ബിജു, മുത്തലത്ത് ദിനേശൻ അടക്കമുള്ള പാർട്ടിയുടെ പുതിയ മുഖങ്ങളെ കൊണ്ടുവന്നിരുന്നു. ഇത്തവണ അങ്ങനെയല്ല, സീനിയറായിട്ടുള്ള നേതാക്കന്മാരെയാണ് പാർട്ടി നേതൃത്വം പരിഗണിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. പിന്നീടുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റി 89 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ 15 പുതുമുഖങ്ങളുണ്ട്. മൊത്തം 17 പേരെന്ന് പറയാം നമുക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങളായി വരുന്നത്. 2 പേർ ക്ഷണിതാക്കളായിരുന്നു. AK സെന്ററിലെ ഓഫീസ് സെക്രട്ടറിയായ ബിജു കണ്ടക്കായി ക്ഷണിതാവായിരുന്നു. അദ്ദേഹത്തെ സ്ഥിരാംഗമായി തീരുമാനിച്ചു. അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹം ക്ഷണിതാവായിരുന്നു. അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക്
എടുക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. പിന്നീടുള്ള പുതിയ 15 പേർ ഇവരൊക്കെയാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ, വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ്, മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ, തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ബി അബ്ദുൽ ഖാദർ. പിന്നീടുള്ളത് പ്രകാശൻ മാസ്റ്റർ, കണ്ണൂരിൽ നിന്ന് പ്രകാശൻ മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു. കോങ്ങാട് MLA കെ ശാന്തകുമാരി സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. എറണാകുളം മേയറായി എം അനിൽകുമാറിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് PR രഘുനാഥിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് ഒരാളാണുള്ളത്, എസ് ജയമോഹനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് വാമനപുരം MLA DK മുരളിയെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തു. അതാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിനകത്ത് ഒഴിഞ്ഞ ആൾക്കാരുണ്ട്. ഒഴിഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്രയും പേരാണ് ഒഴിഞ്ഞിട്ടുള്ളത്. പി നന്ദകുമാറും ഗഗാറിന്റെ മാറ്റമാണ് അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഗഗാറിൻ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം അവിടെ മത്സരത്തിലൂടെയാണ് റഫീഖ് അവിടെ ജില്ലാ സെക്രട്ടറി ആയത്. ഗഗാറിനെ എന്തിനെ ഒഴിവാക്കി എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അത് എന്താ കാര്യമെന്ന് വിശദമായി തന്നെ തിരക്കേണ്ടിയിരിക്കുന്നു. ഗവാറിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഗൗരവമുള്ള വിഷയമായി കാണേണ്ടിയിരിക്കുന്നു. ദിവ്യ, പിന്നീടുള്ളത് അതുപോലെ തന്നെ സൂസൻ കോഴിയെ ഒഴിവാക്കിയിട്ടുണ്ട്. അതും വിഭാഗീയതയുടെ പേരിലെടുത്ത നടപടിയല്ലേ?